സ്കൂളിലേക്ക് 3 ദിവസം മുൻപ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പൊന്നോമനയാണ്. ഒരുപിടി വിശേഷങ്ങളുമായി വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങിയെത്തുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന ആ മുത്തശ്ശിയുടെ മുന്നിലേക്ക് ചേതനയറ്റ് ആ പൊന്നുമോൻ വന്നിരിക്കുകയാണ്. അവർക്കാർക്കും താങ്ങാൻ കഴിയുന്നതല്ല. അലമുറയിട്ട് കരയുകയാണ്, കരഞ്ഞ് കരഞ്ഞ് തളർന്നിരിക്കുകയാണ്. ഇപ്പോഴും ആ മുത്തശ്ശിയുടെ ആരോഗ്യനിലയൊന്നും ശരിയായിട്ടില്ല. ഇപ്പോഴും അവർ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാനാകാതെ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, 4 കിലോമീറ്റർ ദൂരം താണ്ടാൻ ഈ വിലാപയാത്ര എത്രത്തോളം സമയമെടുത്തു എന്നത് സൂചിപ്പിക്കുന്നത് ആ നാടിൻ്റെ എല്ലാം ഒന്നാകെ എത്രത്തോളം വലിയ നൊമ്പരമായി മിഥുൻ എന്ന ഈ കുഞ്ഞുമോൻ മാറി എന്നുള്ളതാണ്. ആര്യ, വിളന്തറയിലെ വീട്ടിലേക്കും തേവലക്കരയിലെ സ്കൂളിലേക്കും ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. അവസാനമായി മിഥുനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി സ്കൂളിലേക്ക് ഈ മൃതദേഹം എത്തിച്ചപ്പോൾ അതിവൈകാരികമായ നിമിഷങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. സമാനമായ സാഹചര്യമാണ് വീട്ടിലേക്ക് മിഥുൻ എന്ന 13-കാരന്റെ ചേതനയറ്റ ശരീരം കളിച്ച് ചിരിച്ച് വീട്ടിൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച സ്കൂളിലേക്ക് പുറപ്പെട്ട മിഥുന്റെ ചേതനയറ്റ ശരീരം ഈ വീട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ വികാര നിർഭരമായ രംഗങ്ങൾക്ക് ആ വീടും പരിസരവും സാക്ഷ്യം വഹിക്കുകയാണ്. ആ ഒരു കുടുംബത്തിന്റെ മകനായി അല്ല, കേരളത്തിന്റെ മുഴുവൻ തേവലക്കരയുടെ മകനായി മിഥുൻ മാറുകയായിരുന്നു. ആ മിഥുനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ്, നൊമ്പരത്തിലാണ് തേവലക്കര എന്ന കൊച്ചു ഗ്രാമവും അതോടൊപ്പം ഈ തേവലക്കര ഹൈസ്കൂളും. വലിയ തരത്തിലുള്ള വികാര നിർഭരമായ രംഗങ്ങൾക്ക് സ്കൂള് സാക്ഷ്യം വഹിച്ചിരുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് വീട്ടിലും. മിഥുന്റെ വല്യമ്മ ഇത്തരത്തിൽ ശാരീരികമായ അവശതകൾ ഉണ്ടായതിനെ തുടർന്ന് പ്രാഥമിക ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടി ശാസ്താംകോട്ടയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവരെ തിരികെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. കാരണം അത്രമാത്രം കരഞ്ഞ് തളർന്ന അവസ്ഥയിലായിരുന്നു ഇന്നലെ മുതൽ തന്നെ ഈ മിഥുന്റെ വല്യമ്മ. ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത്, ഇനി ഒരല്പസമയം കൂടി മതിയായിരിക്കും. കാരണം നേരത്തെ നമുക്ക് വിവരം ലഭിക്കുമ്പോൾ 1 മണിക്കൂറിനകത്ത് മിഥുന്റെ അമ്മയെ ഈ വീട്ടിലേക്ക് എത്തിക്കും. അവരുടെ വാഹനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്. അത് ഏതാണ്ട് 1 മണിക്കൂറിനകത്ത് ഈ വിളന്തറയിലെ വീട്ടിലെത്തുമെന്നായിരുന്നു പോലീസ് നൽകിയ വിവരം. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം ഏതാണ്ട് 2-2:30-ക്കകത്ത് അമ്മ കൂടി ഈ വീട്ടിലേക്ക് എത്തും. അപ്പോൾ ഈ രംഗങ്ങൾ, അല്ലെങ്കിൽ ഈ വേദന നിറഞ്ഞ രംഗങ്ങൾ, അത് അതിവൈകാരികമായ നിമിഷങ്ങൾക്ക് വഴിമാറും. നിസ്സഹായനായി കരഞ്ഞ് തളർന്നിരിക്കുകയാണ് മിഥുന്റെ അച്ഛൻ. മിഥുന്റെ അനുജനും സമാനമായ തരത്തിൽ തന്നെ. കാരണം തന്റെ ചേട്ടനുമൊത്തുള്ള സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ അതൊക്കെ കൊതി തീർന്ന് ആസ്വദിച്ച് തീരും മുമ്പാണ് ഇങ്ങനെ വേദന നിറഞ്ഞ ഒരു അനുഭവം, ദാരുണമായ ഒരു അനുഭവം തങ്ങളുടെ കുടുംബത്തെ തേടിയെത്തിയത്. ആ ദുഃഖം അത് ഓർത്തെടുക്കാൻ പോലും അവർക്കാവുന്നില്ല. അത്രമാത്രം വേദന നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. രാവിലെ മുതൽ പ്രതികൂലമായ കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ടായിരുന്നു നൂറുകണക്കിന് ആളുകൾ ഈ സ്കൂൾ പരിസരത്തേക്കും അതോടൊപ്പം തന്നെ മിഥുന്റെ വിളന്തറയിലുള്ള വീട്ടിലേക്കും എത്തിക്കൊണ്ടിരുന്നത്. അതേ സാഹചര്യം അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. രാവിലെ 10:45 സ്കൂളിലേക്ക് മൃതദേഹം, തേവലക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് മൃതദേഹം എത്തിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നതെങ്കിലും ഈ ആശുപത്രിയിൽ നിന്ന് ഈ വീട്ടിലേക്കുള്ള ദൂരം 15 മിനിറ്റ് മാത്രമാണ്. പക്ഷേ അവിടേക്ക് ആ മൃതദേഹം എത്താൻ ഏതാണ്ട് 1.5 മണിക്കൂർ വൈകിയാണ് മൃതദേഹം എത്തിയതെന്ന് പറയുമ്പോൾ എത്രയധികം ആളുകളാണ് ഇതിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, മിഥുന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ, ഈ ദുഃഖത്തിന്റെ ഭാഗമാകാൻ എത്തിയത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. സമാനമായ സാഹചര്യം തന്നെയാണ് തേവലത്തറ സ്കൂളിൽ നിന്ന് മൃതദേഹം വിളന്തറയിലെ വീട്ടിലേക്ക് എത്തിച്ചപ്പോഴും ഉണ്ടായത്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അമ്മ ഏതാനും മിനിറ്റുകൾക്കകം വിളന്തറയിലെ വീട്ടിലേക്ക് എത്തും. ആ വാഹനം തൊട്ട് അടുത്തെത്താറായി എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വേദന നിറഞ്ഞ ഒരു കാഴ്ചയ്ക്ക് കേരളം വേദനയുടെ കണ്ണ് നിറയുന്ന ചില കാഴ്ചകൾക്ക് ഏതാനും മിനിറ്റുകൾക്കകം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, എന്നാൽ സംഭവിച്ചു പോയ ഏറ്റവും ദാരുണമായ ഒരു 13-കാരന്റെ മരണത്തിന്റെ നൊമ്പരം പേറുകയാണ് നാടും ഈ കേരളവും മുഴുവനും. തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. കരുതലോടെ ഒരു കുടുംബം വളർത്തി അവരുടെ പൊന്നോമനയാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ അനാസ്ഥ കൊന്നുകളഞ്ഞത്. ആ കുടുംബത്തോട് നമ്മൾ ഇനി എന്ത് മറുപടി പറയും? കേരളത്തെ ഒന്നാകെ ആ ചോദ്യം ആശങ്കപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് പകരം വെക്കാനാകും ഈ നഷ്ടത്തെ, ഈ വിയോഗത്തെ?
എന്തായാലും ഈ ദുർഘടഘട്ടം തരണം ചെയ്യാൻ ആ കുടുംബത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇപ്പോൾ ഡാൻ സൂചിപ്പിച്ചതനുസരിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അമ്മ സുജ ആ വീട്ടിലേക്ക് എത്തും. ആ അമ്മ അവിടേക്ക് എത്തി തൻ്റെ മകൻ്റെ ചേതനയേറ്റ ശരീരം കാണുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വൈകാരിക നിമിഷങ്ങൾ അതെത്രത്തോളം ദുർഘടമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഊഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും ആ സങ്കട കാഴ്ചകൾ. എന്തായാലും അത്തരത്തിലുള്ള കാഴ്ചകൾക്കാണ് നമ്മൾ ഇനിയും സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് എന്നതാണ് വേദനാജനകം. അവിടേക്ക് അവസാനമായി മിഥുനെ കാണുവാൻ വേണ്ടി ജനങ്ങൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അണമുറിയാതെ ഇങ്ങനെ ജനപ്രവാഹം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കളിച്ച് ചിരിച്ച് വ്യാഴാഴ്ച ആ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പഠിക്കുവാനും കുട്ടികൾക്കൊപ്പം സഹപാഠികൾക്കൊപ്പം കളിക്കുവാനും ഒക്കെ ഇറങ്ങിപ്പോയ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് 3 ദിവസത്തിനിപ്പുറം ചേതനയറ്റ് പുഞ്ചിരി നിലച്ച് ആ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഒരുപിടി വിശേഷങ്ങൾ കേൾക്കാം. സ്കൂൾ കഴിഞ്ഞെത്തുമ്പോൾ അവനെ സ്വീകരിക്കാമെന്ന് കരുതിയിരുന്ന മുത്തശ്ശിയുടെ മുന്നിലേക്ക് ആ കുഞ്ഞ് ജീവനറ്റാണ് മടങ്ങിയെത്തുന്നത്. ആ മുത്തശ്ശിക്ക് ഇപ്പോഴും ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അല്പസമയം മുമ്പ് വരെ ആ മുത്തശ്ശി ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല എന്നതാണ് സാഹചര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ മിഥുൻ്റെ അമ്മ സുജ ആ വീട്ടിലേക്ക് എത്തും. ഇനി അവിടെ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന കാഴ്ചകൾ അതേക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നെഞ്ചിലൊരു തീ കോരിയിട്ട പോലത്തെ അവസ്ഥയാണിപ്പോൾ. ശരണ്യ, അവിടെ ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സുജയെ കാത്തിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ. എങ്ങനെ പുരോഗമിക്കുന്നു പൊതുദർശനം? ആര്യ, ഇവിടെ ഇപ്പോ ഈ വീടും പരിസരവും എല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞു. ചെറിയൊരു ഇടവഴിയിലൂടെയാണ് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് കയറി പോകുന്നത്. ആ പരിസരത്തൊക്കെ ഇപ്പോൾ ആളുകൾ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. വൈകിട്ട് 5 മണിക്കാണ് സംസ്കാരത്തിന്റെ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ വീടിന്റെ പിൻഭാഗത്തായി ഒരുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോ നേരത്തെ തീരുമാനിച്ച പ്രകാരം 12 മണിയോടുകൂടി മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനൊക്കെ ഒരുപാട് വൈകിയാണ് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അമ്മ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അധിക സമയം ഉണ്ടാവില്ല. ഹൈന്ദവ ആചാര പ്രകാരമാണ് ചടങ്ങുകൾ നടന്നത്. അതുകൊണ്ട് തന്നെ സമയം അവർക്കുണ്ടാകും. ആ സമയത്തിന് ഈ പറഞ്ഞ പോലെയുള്ള കർമ്മങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇനി 5 മണി, അതായത് 4 മണി തൊട്ട് കർമ്മങ്ങൾ ആരംഭിക്കുകയും 5 മണിയോടുകൂടി സംസ്കാരം പൂർത്തീകരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ നമ്മളോട് ബന്ധുക്കൾ പറഞ്ഞത്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. അകത്തേക്ക് കയറാൻ പോലും കഴിയാത്ത രീതിയിൽ അലമുറിയിട്ട് കരയുന്ന മനുഷ്യരെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ വിഷമത്തോടു കൂടിയാണ് അവര്